ശാസ്താംകോട്ട തടാക ദുരന്തത്തിന്റെ 44-ാം വാർഷികം ആചരിച്ചു. ശാസ്താംകോട്ട അമ്പലക്കടവിലാണ് ആചരണം സംഘടിപ്പിച്ചത്. 1982 ജനുവരി 16-നാണ് 24 പേരുടെ ജീവൻ പൊലിഞ്ഞ തോണി അപകടം ഉണ്ടായത്. ദുരന്തത്തിൽ മരിച്ച 24 പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് 24 ദീപങ്ങൾ തെളിച്ച് കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. 1982 ജനുവരി 16-നാണ് 24 പേരുടെ ജീവൻ പൊലിഞ്ഞ ശാസ്താംകോട്ട തോണി അപകടം ഉണ്ടായത്. ശാസ്താംകോട്ട ആഴ്ചച്ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി സമീപ ഗ്രാമമായ പടിഞ്ഞാറേക്കല്ലടിയിലേക്ക് യാത്ര തിരിച്ച വള്ളമാണ് വെട്ടോലിക്കടവിന് സമീപത്ത് ഏതാനും മീറ്ററുകൾക്കുള്ളിൽ അപകടത്തിൽപ്പെട്ടത്. ദുരന്തത്തിൽ മരിച്ച 24 പേർക്ക് ആദരാഞ്ജലി അർപ്പിച്ച 24 ദീപങ്ങൾ തെളിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ മനോഹരമായ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു. അവർ പ്രകൃതിയോട് മല്ലടിക്കുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ പ്രകൃതിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ് ഈ മനോഹരമായ ശാസ്താംകോട്ടയുടെ തടാകത്തിൻ്റെ ഓളങ്ങളിലേക്ക് ഒരു തോണി അപകടത്തിൽ 24 ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത്. അവരുടെ ഓർമ്മകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ എല്ലാവിധമായ ജീവിതവും തടാകത്തിനകത്തേക്ക് അവരുടെ ജീവിതം സമർപ്പിച്ച് ആ കാലഘട്ടത്തിലൊരു ദുരന്തത്തിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്. S. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം കലാദേവി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ അരവിന്ദ്, ഇന്ദു, അമൃതലക്ഷ്മി, ബിന്ദു ഗോപാലകൃഷ്ണൻ, കൃഷ്ണലേഖ, നൂറുദ്ദീൻ കുട്ടി, ശരത്ത്, ഹരി കുരിശ്ശേരി, നിസാം, അജിതകുമാർ എന്നിവർ പങ്കെടുത്തു. അപകടത്തിൽ രക്ഷപ്പെട്ട പ്രസന്നനെ ചടങ്ങിൽ ആദരിച്ചു. കായൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.